ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അജിൽ എഴുതിയിരിക്കുന്ന മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അജിൽ. എനിക്ക് 26 വയസ്സുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 മാസമായി. 24 വയസ്സായപ്പോൾ തൊട്ടേ എൻ്റെ ഉമ്മയും ബാപ്പയും പറയുകയാണ് നേരത്തെ കല്യാണം കഴിക്കണം, കഴിച്ചെങ്കിൽ മാത്രമേ നല്ല കുട്ടികളുണ്ടാവൂന്ന്. പക്ഷേ എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയൊന്നുമില്ല. എൻ്റെ ബാപ്പ ഗൾഫിലാണ്. അപ്പോൾ അവിടെ ജോലി കിട്ടാൻ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഗൾഫിൽ പോകാൻ താല്പര്യമില്ല, നാട്ടിൽ നിൽക്കാനാണ് താല്പര്യം. എങ്കിൽ നീ എന്തെങ്കിലും ബിസിനസ് ചെയ്യുക എന്ന് ബാപ്പ എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്ക് അതൊട്ടും ഇഷ്ടമല്ല. ബിസിനസ്സൊന്നും എൻ്റെ മേഖലയല്ല. പിന്നെ നിനക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി കിട്ടുകയായിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ എന്നോട് ബാപ്പ പറഞ്ഞു, എടാ അതൊന്നും ശരിയായില്ല, കുറച്ച് ശമ്പളമേ കിട്ടുകയുള്ളൂ, നിനക്ക് ഡിഗ്രി മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൂടുതൽ പഠിക്കാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ലോ എന്ന്. അങ്ങനെ ഉടക്കായി കഴിഞ്ഞപ്പോഴേക്ക് ബാപ്പ പറഞ്ഞു, ശരി, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൈസ ഫിക്സഡ് ഡെപ്പോസിറ്റ് തരാം, എന്നിട്ട് നീ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യൂ. ശമ്പളം കുറവാണെങ്കിലും കയറുന്നത് നല്ല പേരുള്ളൊരു സ്ഥാപനത്തിലായിരിക്കണം, എങ്കിൽ മാത്രമേ നല്ല വിവാഹം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാഡം ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് കയറിയത്. അവിടെ വലിയ സാലറി ഒന്നുമില്ല, പക്ഷേ കേട്ടാൽ നല്ല ഗുമ്മുള്ള കമ്പനിയാണ്, വലിയൊരു ബ്രാൻഡാണ്. അങ്ങനെ എൻ്റെ കല്യാണാലോചനയായി. പിന്നെ പക്ഷേ പല പെണ്ണുങ്ങളെ കണ്ടെങ്കിലും എനിക്കങ്ങോട്ട് എല്ലാം തികഞ്ഞൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭയങ്കരമായി ഓവറായി റിയാക്ട് ചെയ്യുന്ന പെണ്ണുങ്ങൾ ഇഷ്ടമല്ല. കുറച്ച് ശാരീരിക സൗന്ദര്യം വേണം, വടിവത്ത ശരീരം വേണം, നീണ്ട മുടിയും വേണം, കാലും കൈയും ചുണ്ടും പല്ലും ഒക്കെ നോക്കുമ്പോൾ വളരെ സുന്ദരമായിരിക്കണം. പക്ഷേ പല പെണ്ണുങ്ങളിലും പല ന്യൂനതയും ഞാൻ കണ്ടെത്തി. അവസാനം ഉമ്മയൊപ്പം എന്നോട് പറഞ്ഞു, നിനക്ക് പെണ്ണ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാഡം എൻ്റെ അടുത്ത ബന്ധുവിൻ്റെ നിക്കാഹിന് വെച്ച് അതീവ സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ കണ്ടെത്തിയത്. അവളോട് ഞാൻ സംസാരിച്ചിട്ടും അവൾ വളരെ പതുക്കെയാണ് എന്നോട് റെസ്പോണ്ട് ചെയ്തത്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും അവളിലുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഈ പെണ്ണിന് വേറെ ആരെങ്കിലും കാണുമോ, കല്യാണം നിശ്ചയിച്ചതാണോ ഒന്നും അറിയില്ല. അവസാനം ഞാൻ എൻ്റെ ഇത്തയോട് പറഞ്ഞപ്പോൾ ഇത്ത പറഞ്ഞ് അന്വേഷിക്കാമെന്ന്. അങ്ങനെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും നിക്കാഹിന് പോയ കുടുംബക്കാരുടെ അടുത്ത ബന്ധുക്കളാണ് അവർ. അങ്ങനെ ഇത്ത തന്നെയാണ് ഒരു കല്യാണാലോചന ഇട്ടത്. അപ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം ഇങ്ങനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളെയൊന്നുമല്ല അവർക്ക് വേണ്ടത്, വലിയ കൊമ്പത്തെ ഏതോ ആളുകളെയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ വീട്ടുകാരുടെ നിർബന്ധത്തിൽ, അതായത് ഞങ്ങൾ കല്യാണം കൂടാൻ പോയ വീട്ടുകാരുടെ നിർബന്ധത്തിൽ എന്നെ ഒന്ന് കാണണമെന്ന് അവളുടെ അമ്മ പറഞ്ഞു. അങ്ങനെ അവരുടെ വീട്ടിൽ പോയിട്ട് ആദ്യമായിട്ട് എൻ്റെ അമ്മായിയമ്മയുമായിട്ട് ഞാൻ ഒന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ ശേഷം അമ്മായിയമ്മ എന്നോട് പറഞ്ഞു, നീ ഭയങ്കരമായിട്ട് അവളെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. നീ ഒരു കാര്യം മനസ്സിലാക്കുക, കാണാൻ അവൾക്ക് നല്ല സൗന്ദര്യം ഉണ്ടെങ്കിലും അവൾക്ക് ഇത്തിരി പോരായ്മകളൊക്കെ ഉണ്ട്. മറ്റു നമ്മുടെ വീടുകളെ പോലെ അവളെ നല്ല രീതിയിലൊന്നുമല്ല ഞാൻ വളർത്തിയത്. ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ ഒരാൾ തുറന്നു പറയുമോ, അതെന്താ ഉമ്മ അങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോൾ, നീ വിചാരിക്കുന്ന വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. കാര്യം അവൾ തീരെ മടിച്ചിയാണ്. അവളുടെ തുണികൾ അവൾ കഴുകും, അതല്ലാതെ ആ വീട്ടിൽ ഒരു ജോലി അവൾ ചെയ്യാറില്ല. അടുക്കളപ്പണി അറിയില്ല. നിനക്കൊരു ഗ്ലാസ് വെള്ളം ചൂടാക്കി തരുമെന്ന് പോലും എനിക്കറിയില്ല. അല്ലുമ്മ, അവളെ വേറൊരുത്തൻ കല്യാണം കഴിച്ചാലും എങ്ങനെ കാര്യങ്ങൾ? അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അവൾക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് പറയുന്നത്. അവൾ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് പുന്നാരിച്ചിട്ടാണ് അവളുടെ ബാപ്പ അവളെ വളർത്തിയത്. പിന്നെ സൗകര്യങ്ങൾ കൂടുതലായതുകൊണ്ട് ബാപ്പയ്ക്കും അവളോട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഏതെങ്കിലും ചെക്കൻ വരുവാണെങ്കിൽ മാത്രമേ അവളെ കല്യാണം കഴിച്ചു വിടുന്നുള്ളൂ. കാര്യം അത്രയ്ക്കും വിചിത്രമായ ക്യാരക്ടറാണുള്ളത്. ഞങ്ങളുടെ വാക്കും കേട്ട് ഞങ്ങളുടെ വീട്ടിലെങ്ങാനും നിൽക്കുന്ന ഏതെങ്കിലും ഒരു പയ്യനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവളുടെ കല്യാണം നടത്തിയേക്കും. അത്രയേ ഉള്ളൂ. അതാണ് ബാപ്പയുടെ പ്ലാന്. പിന്നെ മോന് നിർബന്ധം പിടിച്ചവളെ കല്യാണം കഴിച്ചിട്ട് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി അവിടെ പ്രശ്നമാണ്, അവൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരരുത്. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാവം മാറും. ഈ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. ഇനി നിനക്ക് കല്യാണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഓക്കെ. നിൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെണ്ണിനിളക്കമായി, ഇഷ്ടപ്പെട്ടു. പക്ഷേ യഥാർത്ഥത്തിൽ അവളുടെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാമല്ലോ. അവളൊരു റിസ്ക്കാണ്. നീ അത് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഏറ്റെടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു, ഇനി ഈ സ്ത്രീ ഇവളുടെ രണ്ടാനമ്മയായിരിക്കുമോ? എന്തുകൊണ്ടായിരിക്കും സ്വന്തം മകളെപ്പറ്റി ഒരമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ഞാൻ ഓർത്തു. അവർക്ക് ആ സംശയം മനസ്സിലായി. എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ പറയുന്നത് എൻ്റെ മോളായിട്ട് തന്നെയാണ്. നീ ഓർക്കും ചിലപ്പോൾ ഞാൻ അവളുടെ രണ്ടാനമ്മയാണെന്ന്. അങ്ങനെയൊന്നുമല്ല. അവളുടെ കല്യാണം നടന്നില്ലെങ്കിലും അവളുടെ ബാപ്പയ്ക്ക് കുഴപ്പമില്ല. അവൾക്ക് തോന്നുമ്പോൾ മതി കല്യാണം എന്നാണ് അവളുടെ ബാപ്പയും പറഞ്ഞത്. ഇപ്പം മനസ്സിലായി കാണുമല്ലോ ബാപ്പയും മോളും പ്രത്യേക സ്വഭാവക്കാരാണെന്ന്.
അതുകൊണ്ടാണ് മോനോട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഇനി നിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞു. പക്ഷേ മാഡം, ഞാൻ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴും നമുക്ക് ശാരീരികമായ അട്രാക്ഷൻ തോന്നുന്ന ആളെയല്ലേ നമ്മൾ വിവാഹം കഴിക്കേണ്ടത്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ സ്നേഹത്തിൻ്റെ വഴിയിൽ പറഞ്ഞ് ശരിയാക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ കല്യാണം കഴിച്ചത്. എന്തായാലും കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹം. പക്ഷേ രാത്രിയായി കഴിയുമ്പോൾ ഭാവം മാറും. ഞാൻ എന്തെങ്കിലും കാര്യത്തിന് അടുത്ത് ചെന്ന് കഴിയുമ്പോഴേക്കും അവൾ പാതി സഹകരിക്കും. അവസാനമാകുമ്പോൾ പറയും, വേണ്ട വേണ്ട, കുട്ടികളുണ്ടാകുന്ന എനിക്ക് പേടിയാണ്, ഇപ്പോഴെങ്ങും വേണ്ട, ഇത്രയും മതി ഇത്രയും മതിയെന്ന്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു പോയി മാഡം. എന്ത് കഷ്ടമാണിത്, എത്ര നേരമാണ് സഹിച്ചു നിൽക്കുക. അതിന് പേരിൽ ഞാനിവിടെ കൊണ്ടാക്കി. പിന്നെ അവൾ ഒന്നായി വന്നു. സേഫ് ആയിട്ടുള്ള ഡേയ്സിൽ മാത്രം എന്നുള്ള രീതിയിലായി. എങ്ങനെയെങ്കിലും ആകട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കട്ടെ. ഒരു തരത്തിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിച്ച് ഒന്ന് നന്നായി മെഴുകി മിനുക്കി അന്ന് അത്തപ്പൂക്കളമിടാൻ ഞാൻ തയ്യാറായി. പൂക്കളമിടുകയും ചെയ്തു. നടുവിൽ ഞാനൊരു സ്തംഭവും സ്ഥാപിച്ചു. അങ്ങനെ സുന്ദരമായി മുന്നോട്ട് പോയി. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുകയാണ്, അയ്യോ, ഇത്ര നേരമേ ഉള്ളൂ, ഇത് 20 മിനിറ്റേ ഉള്ളൂ, ഇക്കയ്ക്ക് ഇത്രയേ ഉള്ളൂ സമയമെന്ന്. ഇത്ര നേരം കൊണ്ടാണോ പൂക്കളമിടുന്നത്? അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടിട്ടുള്ളത്, മണിക്കൂറുകളായിട്ടാണല്ലോ എന്ന്. ഞാൻ അത് കേട്ട് ഞെട്ടിപ്പോയി. ഇങ്ങനൊന്നും അവൾ ചോദിക്കുന്നത് ഞാൻ വിചാരിച്ചതല്ല. അല്ല, നിന്നോട് ആരാ പറഞ്ഞത്? അതെൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവളുടെ കല്യാണം കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞത്. അവളുടെ ഭർത്താവിലെ 2 മണിക്കൂറാണെന്നാണ് പറഞ്ഞത്. ഇക്ക എന്താ 20 മിനിറ്റ് കൊണ്ട് എല്ലാം തീർത്തെന്ന്. അതെൻ്റെ ആണത്തത്തിനേറ്റ ഒരു പരാജയമായിരുന്നു. ഞാൻ പറഞ്ഞു, ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ്. നീ ഇതുവരെ പൂർണ്ണമായ ഒരു കാര്യങ്ങൾക്കും എന്നോട് സമ്മതം മൂളിയിരുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, അവളുടെ ഭർത്താവിനോടും അവൾ അങ്ങനെയായിരുന്നു. 3-4 ആഴ്ച കഴിഞ്ഞിട്ടാണ് അവരിന്ന് സെറ്റായത്. പക്ഷെ അന്നില്ലേ, അങ്ങേര് 2 മണിക്കൂർ അവളെ വെറുതെ വിട്ടില്ല. പിറ്റേ ദിവസമില്ലേ, അവൾക്കാണെങ്കിൽ കുനിഞ്ഞൊരു കടലാസ് പോലും എടുക്കാൻ പറ്റില്ലായിരുന്നെന്നാണ് അവളെന്നോട് പറഞ്ഞത്. പക്ഷേ ഇക്ക, എനിക്കിപ്പോൾ പ്രശ്നമൊന്നും തോന്നുന്നില്ല, ഇക്കയ്ക്ക് എന്തൊക്കെയോ ചില കുറവുകളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ കുറവെന്ന്. അപ്പോൾ പെട്ടെന്ന് കൈ നീട്ടി അവൾ അളവെടുത്തിട്ട് പറയുകയാണ്, ഈ കുറവാണെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഞെട്ടിപ്പോയി. നിനക്കെങ്ങനെ അറിയാം കുറവുകളും കൂടുതൽ വന്ന്? അത് അവൾ പറഞ്ഞല്ലോ, അവളുടെ ഭർത്താവിൻ്റെ കാര്യം. പിന്നെ ഒരു ദിവസം അവൾ എന്നോട് വർണ്ണിച്ച് പറഞ്ഞായിരുന്നു. അതിൽ നിന്ന് എനിക്ക് ഊഹിക്കാം, നല്ല ആണുങ്ങൾക്കെന്ന് പറയുമ്പോഴേക്കും നല്ല രീതിയിലായിരിക്കും. ഇക്കയ്ക്ക് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഇക്ക കണ്ടു കഴിഞ്ഞപ്പോൾ മുഖത്തിന് നല്ല സൗന്ദര്യം തോന്നി. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. എന്നിട്ട് നീ ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഒട്ടും സഹകരണം കാഴ്ചവെച്ചില്ലല്ലോ, അതെനിക്ക് പേടിയായതുകൊണ്ടാണ്. അവളുടെ ഭർത്താവിൻ്റെ കഥകളൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായിരുന്നു, എന്തെങ്കിലും പരിക്കുകൾ എനിക്ക് പറ്റുമോ എന്ന്. ഞാനപ്പോൾ അവൾ പറഞ്ഞതനുസരിച്ച് ഇക്ക ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് അവൾക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവളത് കണ്ടിട്ട് പറയുകയാണ്, ഓ, ഇത് മോളെ ഡെവലപ്പ് ചെയ്താലും നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ലടി. ഒരു പ്രശ്നവുമില്ല, ഇതുകൊണ്ട് നിനക്ക് പ്രശ്നങ്ങളുണ്ടാകില്ല. അതൊക്കെ എൻ്റെ ഭർത്താവ്, ഇത് നിനക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നീ ഒന്നും നിഷേധിക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, മോളെ, ഞാൻ ഒരു കാര്യം പറയുകയാണ്. കണ്ടിട്ട് വികസനാധിഷ്ഠിതമായ പരിപാടികളിലേക്ക് കടക്കുമ്പോൾ ഇത് വലിയ മെച്ചമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ്. പിന്നെ ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമ്മുടെ ലക്കാണ് കാര്യം. പ്രവർത്തനരഹിതമായ മേഖലകളിൽ അത് അടങ്ങി ഒതുങ്ങിയിരിക്കുകയും പ്രവർത്തനോന്മുഖമായ മേഖലകളിൽ അത് വളരെയധികം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയരെയായി പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ചില ആണുങ്ങളുമുണ്ട്. പക്ഷേ മിക്കവാറും മോൾക്ക് ഇത് വലിയ അസറ്റായിട്ടൊന്നും തോന്നാൻ സാധ്യതയില്ല മോളെ. പിന്നെ കാണാൻ കൊള്ളാവുന്നൊരുത്തരാണല്ലോ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് എൻ്റെ കൂട്ടുകാരി പറഞ്ഞത്. ഞാൻ ചോദിച്ചു, നീ ആരോടും മിണ്ടില്ല, ആരോടും സഹകരിക്കില്ല, മൂങ്ങാമുട്ടിയാണ്, വീട്ടിനുള്ളിൽ ഇരിക്കുകയാണ്, എന്നിട്ടാണോ സ്വന്തം കൂട്ടുകാരിയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്? പിന്നെ സ്വന്തം ഭർത്താവ് ഉറങ്ങിക്കിടക്കുമ്പോൾ ഫോട്ടോ എടുത്ത് അന്യൊരു സ്ത്രീക്ക് അയക്കുന്നത് നാണക്കെടല്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അവൾ അങ്ങനെ അന്യ സ്ത്രീയൊന്നുമല്ല, എൻ്റെ അടുത്ത ഫ്രണ്ടാണ്, എല്ലാ കാര്യങ്ങളും പണ്ട് തന്നെ അവൾ ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവളുടെ കല്യാണം ആദ്യം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉപകാരമായെന്ന് കരുതിയിട്ടുള്ളൂ. എന്തായാലും ഇക്ക കടന്ന് തുള്ളേണ്ട കാര്യമില്ല. അവളുടെ ഭർത്താവിൻ്റെ 100-1 പോലും ഇക്ക വരില്ല, അവളുടെ ഭർത്താവാണ് യഥാർത്ഥ ആണ് എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു കിടന്നു. മാഡം, ഇങ്ങനൊരു കാര്യം കേൾക്കുമ്പോൾ ഏതൊരാണിനാണെങ്കിലും വഴക്കുണ്ടാക്കാൻ തോന്നില്ലേ? അങ്ങനെ ഞാനും അവളും കൂടെ ഉടക്ക് അന്ന് തുടങ്ങിയതാണ്. ഇതിൻ്റെ പേരിൽ 2-3 ദിവസം ഉടക്ക് നിന്നു. ഒരു ദിവസം ആരോടും പറയാതെ അവൾ ഒരുങ്ങിക്കിട്ടി ബാഗുമെടുത്ത് അവളുടെ വീട്ടിലേക്ക് പോയി. അതും എനിക്ക് ഷോക്കിംഗ് ആയിരുന്നു, എൻ്റെ വീട്ടുകാർക്കും. ഞാൻ അവളുടെ അമ്മയെ വിളിച്ചു. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, എടാ,
അവൾ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി വന്നാണെന്ന് എനിക്കറിയാം. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നിങ്ങൾ ആദ്യത്തെ കുറേ കാലഘട്ടത്തിനുള്ളിൽ തന്നെ നല്ല വഴക്കുണ്ടാക്കുമെന്ന്. അവളുടെ സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൾ എൻ്റെ മോളല്ലേടാ. എന്തായാലും നീ വന്ന് അവളുടെ കാല് പിടിച്ച് അവളെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. മറ്റുള്ള വീടുകളിൽ പെൺകുട്ടികൾ പിണങ്ങി വന്നു കഴിഞ്ഞാൽ ബാപ്പമാരൊക്കെ പറഞ്ഞു വിടും. ഇവിടെ പക്ഷെ അങ്ങനെയൊന്നുമല്ല. ബാപ്പ പറയും മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരു നിമിഷം പോലും അവൻ്റെ കൂടെ നിൽക്കണ്ടെന്ന്. അത്രയും സപ്പോർട്ടാണ്. അതിനയാൾ നാട്ടുകാരെയോ വീട്ടുകാരെയോ സമുദായക്കാരെയോ ഒന്നും നോക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ബാപ്പയുടെയും മോടെയും തീരുമാനമാണ് ഇവിടെ അന്തിമം. എനിക്കതിൽ യാതൊരു സ്ഥാനമില്ല മോനെ എന്ന് പറഞ്ഞു. എന്നിട്ട് നീ ഇവിടെ വാ, അവളോട് സംസാരിക്കേ, എല്ലാം പറഞ്ഞ് ശരിയാക്കാൻ ഞാനും കൂടാന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഉമ്മ ചോദിച്ചത്, എടാ എന്താ പ്രശ്നം യഥാർത്ഥത്തിൽ നിന്ന്. അപ്പോൾ അവൾ ഉമ്മയോടൊന്നും പറഞ്ഞില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മയോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, നീ ശരിയില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായി രണ്ടുപേരും കൂടെ ബെഡ്റൂമിനുള്ളിൽ എന്തോ കാര്യം പറഞ്ഞ് പിണങ്ങിയതാണെന്ന്. എന്താണെന്ന് ചോദിച്ചിട്ട് അവൾ തെളിച്ചു പറയുന്നില്ല. പക്ഷേ ബാപ്പ വിളിച്ചപ്പോൾ ഭർത്താവായിട്ട് അങ്ങേര് പോരാ, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടു. എന്താ മോനെ യഥാർത്ഥത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഉമ്മയോട് തുറന്ന് പറയാമെന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം മുതൽ തന്നെ ഇവൾ സമ്മതിക്കാത്തതും അത് കഴിഞ്ഞ് പിന്നെ ചില ഡേയ്സിൽ മാത്രം സമ്മതിക്കാമെന്ന് തീരുമാനമെടുത്തതും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സമയമില്ല. അതുമാത്രമല്ല അവളുടെ ഫ്രണ്ടിൻ്റെ ഭർത്താവാണ് ഏറ്റവും നല്ലതെന്നും പിന്നെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത കാര്യവും ഒക്കെ പറഞ്ഞു. അത് കിട്ടി പുള്ളിക്കാരി മൂക്കത്തെ വിരൽ വെച്ചു. ദൈവമേ, ആ പെണ്ണൊരു തലതെറിച്ച പെണ്ണാണ്. അവളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു കേട്ടോ. വലിയ വായാടിയും വർത്തമാനമുള്ളവളാണ്. അവളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ആ ഒരു തൊല്ല ഒഴിഞ്ഞു പോയല്ലോ എന്ന്. പക്ഷേ അവൾ ഒഴിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ വേറൊരു കാര്യമുണ്ട്. നേരത്തെ ഇവൾ കല്യാണത്തിന് മുമ്പ് ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് പഠിക്കുമ്പോൾ അവൾ ഇവിടെ വന്ന് നിന്നിരുന്ന മോനെ. അവളുടെ തലതെറിച്ച സ്വഭാവം എനിക്ക് അന്നേ മനസ്സിലായതാണ്. അന്നാണ് ബാബ ഗൾഫിൽ നിന്ന് ലീവിന് വന്നത്. ഞാനാണെങ്കിൽ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കാര്യം പുള്ളിക്കാരൻ വരുമ്പോഴല്ലേ ഉള്ളൂ എന്തെങ്കിലും ഞങ്ങളുടെ സ്നേഹം നടക്കുക, ഒന്ന് പുറത്തു പോകാൻ. പക്ഷേ ആ വട്ടം ബാപ്പ വന്നു കഴിഞ്ഞപ്പോൾ ഇവൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവള് ബാപ്പ ബാപ്പ എന്ന് വിളിച്ച് അങ്ങനെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു ശരിക്കും എന്തെങ്കിലും നല്ലൊരു സ്നേഹമായിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല. എന്തായാലും 2-3 ദിവസം കൊണ്ട് എൻ്റെ ഭർത്താവിന് അവൾ പ്രിയപ്പെട്ടവളായി. അവൾക്ക് ഓരോന്ന് മേടിക്കണമെന്ന് പറഞ്ഞ് കാറുമെടുത്ത് അങ്ങനെ പുറത്തു പോവുകയാണ്. അവൾ അങ്ങ് പോകും. എൻ്റെ മോൾക്ക് പ്രശ്നമൊന്നുമില്ല, അവൾ അത്യാവശ്യത്തിന് പോയതല്ലേ എന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് എൻ്റെ ഭർത്താവും ഇവളും തമ്മിൽ പുറത്തു പോകും. 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വരിക. എൻ്റെ മോളോട് ഞാൻ ചോദിച്ചപ്പോൾ അത് അവളുടെ വീട്ടിൽ ബാപ്പയ്ക്ക് കാറൊന്നുമില്ല, അവൾക്ക് കാറിൽ പോകാൻ ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് ബാപ്പയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് കയറിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് എൻ്റെ തല മരവിച്ചു. പിന്നെ എൻ്റെ ഒരു ബന്ധു പറഞ്ഞു രണ്ടുപേരും കൂടെ ഐസ്ക്രീം പാർലറിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നെന്ന്. ഒരു ദിവസം ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഓടിപ്പോയി തുണിയെല്ലാം ഊരി വാഷിംഗ് മെഷീനിൽ കൊണ്ടിടുന്നത് കണ്ടു. അപ്പോഴെനിക്ക് സംശയം തോന്നി. കാര്യം അങ്ങനെ ചെയ്യുന്ന ആളല്ല. അവിടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, അവിടെ ഇടുകയാണ് ചെയ്യുക. എന്തായാലും ഭാഗ്യത്തിന് ആ സമയത്ത് ഞാൻ അവിടെ ചെന്ന് എല്ലാം ഒന്ന് വിശദമായിട്ട് പരിശോധിച്ചു മോനെ. അപ്പോഴാണ് ഞാൻ ചില കടപ്പാടുകളും കറപ്പാടുകളും കണ്ടത്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, എന്തോ അവിടെ നടക്കുന്നുണ്ട്. ഇവളുടെ ഒരു കൈ സഹായമോ അല്ലാതെ വേറെന്തോ സഹായമോ ഒക്കെ നടക്കുന്നുണ്ട്. കാര്യങ്ങൾ വഷളാണ്. അവർ കാറിൽ വെച്ച് അവർക്കാകുന്ന പോലെ സാന്ദ്രത്തോടുകൂടി പെരുമാറുന്നുണ്ടെന്ന് മനസ്സിലായി. അന്ന് ഞാൻ ഭർത്താവിനോട് ഉഗ്ര വഴക്കുണ്ടാക്കി. ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് തെളിവ് സഹിതം കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഒന്നും മിണ്ടിയില്ല. സമ്മതിച്ചില്ലെങ്കിലും എനിക്ക് കാര്യം മനസ്സിലായി. അവർ അവിടെ ചില ബാർട്ടർ സമ്പ്രദായങ്ങൾ നടക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് അകന്നു പോകുന്നത് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെളിയിൽ പോകുകയാണെങ്കിൽ ഞാനും മോളും കൂടെ പുറകിൽ കയറിയിരിക്കുമെന്ന് പറഞ്ഞു. അതോടുകൂടി ഭർത്താവ് അത് നിർത്തി. അവളെ പിന്നീട് ഞാൻ ന്യൂട്രൽ പറഞ്ഞു വിടുകയായിരുന്നു. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല, വേറൊരിടത്തേക്ക് പോവുകയാണ്, എൻ്റെ അമ്മായിയുടെ വീട്ടിൽ പോവാ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ മകളോട് ഇവളുടെ ദുസ്വഭാവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറയുകയാണ്, ഓ സാരമില്ല, അവൾ പാവമാണെന്ന്. അങ്ങനെയാണോ അവളെന്ന് മറുപടി പറയേണ്ടത്? അന്ന് എനിക്ക് മനസ്സിലായി അവളുടെ അണ്ടറിലാണ് എൻ്റെ മോളുടെ മനസ്സെന്ന്. അതുകൊണ്ട് ആ നാശം ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതാണ്. എന്തായാലും കുറേ കാലമായിട്ട് അവളുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ വിവാഹ ജീവിതത്തിൽ കയറി കളിക്കാൻ തുടങ്ങിയോ എന്ന് പറഞ്ഞ് ഉമ്മ ദേഷ്യപ്പെട്ടു. അത് കഴിഞ്ഞ ശേഷം അവളെ വിളിച്ചിട്ട്, എടി നീ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? സ്വന്തം ഭർത്താവിനെ തരം താഴ്ത്തുന്ന വർത്തമാനം ഒരു സ്ത്രീ പറയാൻ പാടുള്ളൂ? എടി, ഏത് മനുഷ്യൻ എങ്ങനെയാണെന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? നമ്മളെ സ്നേഹിക്കുന്ന ഒരാളല്ലേ നമ്മുടെ ഭർത്താവായിട്ട് വരേണ്ടത്, അല്ലാതെ വേറെന്തെങ്കിലും കാര്യം ഓർത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. അവളുടെ ഭർത്താവിന് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ട് അവളത് അനുഭവിക്കും. നിനക്ക് നിൻ്റെ ഭർത്താവിനോടല്ലേ ജീവിക്കേണ്ടത്, അവനല്ലേ നിന്നെ സ്നേഹിക്കേണ്ടത്. ഏത്
ഏതെങ്കിലും പെണ്ണ് ഇങ്ങനെ ചെയ്യുമോ? ഉറങ്ങിക്കിടക്കുമ്പോൾ പടമെടുത്ത് അയച്ചു കൊടുക്കുക, എന്നിട്ട് ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ പറയുക, ഇത് ശരിയല്ലെന്ന് പറഞ്ഞു. ആഹാ, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. സ്വന്തം മരുമകനോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. എല്ലാം അങ്ങനെ വന്ന് എഴുന്നള്ളിച്ചു. അപ്പോഴേക്കും അവരിരുന്ന് കേൾക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് അവൾ സ്വന്തം ഉമ്മയെ തള്ളി പറഞ്ഞു. രണ്ടുപേരും കൂടെ വഴക്കായി. അതിനിടയ്ക്ക് ഞാൻ കയറി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ പറഞ്ഞു, എന്തായാലും എല്ലാ കാര്യങ്ങളും ഞാൻ ബാപ്പയോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ബാപ്പ തീരുമാനം എടുക്കട്ടെ, അല്ലാതെ ഉമ്മയും എൻ്റെ ഭർത്താവുമല്ല എൻ്റെ ജീവിതത്തിൽ തീരുമാനം എടുക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ അമ്മായി മോളോട് പറയാണ്, എടി, ഒരു മോളും സ്വന്തം ബാപ്പയെ ഇങ്ങനെ ഒതുക്കി പിടിക്കില്ല, ഇത് ശരിയല്ല, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടി ഇത് നിർത്തണമെന്ന്. അപ്പോൾ അവളൊന്ന് പറയുകയാണ്, ആ നിർത്താൻ എനിക്ക് മനസ്സില്ല, നിങ്ങൾ എന്ത് ചെയ്യും, ഞാനും ഉപ്പയും കൂടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് അവളങ്ങ് കയറിപ്പോയി. ആ ഒരു സംഭാഷണത്തിൽ എന്തോ ആന്തരാർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, ഉമ്മ എന്താണ് ഉമ്മ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന്. അപ്പോൾ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അരുതാത്ത ചില കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, കൂടുതൽ നീ എന്നോട് ചോദിക്കരുത്, എനിക്കത് നിന്നോട് പറയാനേ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി കാര്യങ്ങളുടെ കിടപ്പോശം ഞാൻ വിചാരിച്ച പോലൊന്നുമല്ല, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഇത് പറഞ്ഞത് കേട്ടുകൊണ്ട് എൻ്റെ ഭാര്യ ഓടി വന്നു. ആഹാ, അപ്പോൾ നിങ്ങൾ എന്താണ് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തത്, വൃത്തികളല്ല പറഞ്ഞു കൊടുത്തതെന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു, എടി, എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു, അത് ശരിയല്ലെന്ന് നിരൂപിക്കാൻ നിൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഉമ്മയുടെ കയ്യിൽ അത് തെളിയിക്കാൻ എന്ത് തെളിവാണ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞു, തെളിവ് നിന്നെ കാണിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ആ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ മരുമകനെ കൂടെ വെച്ച് കാണും. ആ എന്തായാലും നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മരുമകനുമെല്ലാം കറക്റ്റാണ്, നിങ്ങൾക്ക് മരുമകനാണ് ഭർത്താവിനേക്കാൾ കൂടുതൽ ചേരുക എന്ന് പറഞ്ഞിട്ടങ്ങ് പോയി. ആ പറഞ്ഞതിൻ്റെ പൊരുളും ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല, എന്താണെന്നൊന്നും എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, എടാ, ഞാൻ സംശയിച്ച് ശരിയാണ്, ഇവർ തമ്മിൽ അരുതാത്ത ചില കാര്യങ്ങളും ഭാവങ്ങളും ഉണ്ടെന്ന് എനിക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ തുറന്ന് ഞാൻ ചോദിച്ച് അത്ര ബഹളം ഉണ്ടാക്കിയിട്ടില്ല. അതിന് കാരണം ഫാമിലി ലൈഫ് തകർന്നു പോകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ അവൾ പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഭർത്താവിനെ പോലെ തന്നെയാണ് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് നിന്നെ അറിയാം, അവളുടെ ബാപ്പയെ അറിയാം എന്നല്ലേയുടെ അർത്ഥം. എന്തായാലും നിങ്ങൾ രണ്ടുപേരും സെയിം ഫീച്ചേഴ്സ് ഉള്ളവരാണെന്നാണ് അവൾ ഉദ്ദേശിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്താണ് അവളുടെ അടുത്ത നടപടിയെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഉമ്മയുടെ മോളല്ലേ, ഉമ്മക്ക് പറഞ്ഞ് ഇവളെ ശരിയാക്കരുതോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് പുള്ളിക്കാരി പറയുകയാണ്, എനിക്ക് ഒന്നും പറ്റില്ല, ഞാൻ പരാജയപ്പെട്ട ഫീൽഡാണിത്. എൻ്റെ ഭർത്താവിൻ്റെ പല ലീലാവിലാസങ്ങളും കണ്ടും കാണാതെയൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ പണ്ടേ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശീലിച്ചു. കാരണം എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ആരും ഇതുപോലെ എന്നെ സ്വീകരിക്കാനില്ല, അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി പൊട്ടിക്കരഞ്ഞു. അപ്പോൾ വർഷങ്ങളായിട്ട് അവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത് അവർ പറയാതെ എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ അവരെ ചേർത്ത് പിടിച്ചു. അവരാണെങ്കിൽ എൻ്റെ മാറിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. എനിക്കിതിനൊന്നും ഒരു മറുപടിയില്ല, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, നിനക്ക് വാണെങ്കിൽ തന്നല്ലേ മോനെ എന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാണ്, അമ്മായിമ്മയും ഞാനും കൂടെ കുറച്ചു നേരം കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്ന് പോയി. അതിനിടയ്ക്കാണ് എൻ്റെ ഭാര്യ പിന്നെയും പാഞ്ഞു വന്നത്. എന്നിട്ട് കൈയടിച്ചു. ആ, നല്ല രസമുണ്ട്, ഇതാണ് ഞാനും പ്രതീക്ഷിച്ചത്, അമ്മയ്ക്ക് ചേർന്നത് എൻ്റെ ഭർത്താവാണ്, എനിക്ക് പക്ഷേ ഇയാൾ ചേരും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരും കൂടെയുള്ള ബന്ധം ഞാൻ ബാപ്പയെ വിളിച്ച് പറയട്ടെ, ബാപ്പയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകും, കിട്ടാനുള്ളത് അമ്മയ്ക്ക് കിട്ടിയല്ലോ, എനിക്കാണെങ്കിൽ എൻ്റെ കാര്യം നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ പുച്ഛിച്ച് തള്ളിയിട്ട് കയറിപ്പോയി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ബാപ്പ വിളിച്ചിട്ട് ഉമ്മയോട് ഭയങ്കര വഴക്ക്, നീയും അവനും തമ്മിൽ എന്താ ബന്ധം? അവൻ്റെ ആലോചന വന്നു കഴിഞ്ഞപ്പോഴേക്കും തത്തിത്തുള്ളി അവനെ സ്വകാര്യമായിട്ട് വിളിച്ചു വരുത്തി അപ്പം തന്നെ ഉപദേശം കൊടുത്ത്, നീ മോളെ കൊണ്ട് കെട്ടിച്ചത് നിൻ്റെ ആഗ്രഹങ്ങൾ നടത്താനല്ലേടി, എന്തിനാ ഡ്രാമ, എന്നോട് തുറന്നു പറഞ്ഞെങ്കിൽ ഞാനങ്ങ് സമ്മതിക്കില്ലേ, നീ ഒരു പുരുഷന്മാരെ നോക്കാത്ത പുണ്യവതിയാണെന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ സ്വഭാവത്തെ അധിക്ഷേപിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഉമ്മ ഭയങ്കരമായിട്ട് ചൂടായി. അതേടോ, നിങ്ങൾ ഇത്രയും നാൾ കാണിച്ചില്ലേ, എനിക്കെന്താ കാണിച്ച കുഴപ്പം? ഒരു കുഴപ്പമില്ല, എൻ്റെ മരുമകനെ എനിക്കിഷ്ടമാണ്, ചിലപ്പോൾ ഞങ്ങളിവിടെ കൂത്തോ കുമ്മിയോ നടത്തിയെന്നിരിക്കും, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്ക് എന്ന് പറഞ്ഞ് വെച്ചു. ഞാൻ ചോദിച്ചു, ഉമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന്. ഒത്തിരി കാലമായിടാ ഞാൻ സഹിക്കുന്നു, 2 മൂത്ത ആൺമക്കൾ എനിക്കുണ്ട്, പക്ഷേ അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കാറുണ്ടോ? ഇല്ലല്ലോ. എന്താ കാര്യം? അവരുടെ പാപ്പാൻ്റെ ഗുണവധികാരം അവർക്കറിയാം. ഈ ഒരു മോള്, ഇവള് മാത്രമാണ് അയാളുടെ എല്ലാ കാര്യങ്ങൾക്കും വളം വെച്ച് കൊടുക്കുന്നത്. അതിന് പിന്നിലുള്ള രഹസ്യം നിനക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പം ഞാൻ സഹിച്ചിരുന്നിട്ട് എന്താ കാര്യം? നീ ഇവളെ മൊഴി ചൊല്ലുന്നുണ്ടോ, അതോ ഇവളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണോ താല്പര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു,
ഇപ്പം എനിക്ക് ഒന്നും പറയാൻ കഴിയില്ലെന്ന്. ആ എങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. എനിക്കിനി ഒന്നും അങ്ങോട്ട് വേവോളം ആറുവോളം കാത്തു നിൽക്കാൻ വയ്യ. അവൾക്ക് ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞത്. പക്ഷേ എനിക്ക് നിന്നെ പറ്റും. എനിക്കിതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ ഇതെനിക്ക് ഏറ്റവും വലിയ സംഗതിയായിട്ട് കാണാനും പറ്റും. നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു വലിച്ചു. വേണ്ടുമ്മ, ശരിയാവില്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ശരിയാകും. എനിക്കും വേണം ചില പ്രതികാരങ്ങൾ. നിനക്കും ആഗ്രഹമില്ലേ? നമ്മുടെ മുന്നേ വെച്ച് അവൾ കരുതുള്ളി പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? എന്തായാലും പേരുദോഷം കിട്ടു. ഇവൾ തന്നെ ചിലപ്പോൾ ആളുകളോടും പറഞ്ഞേക്കും, നീ അവളെ ഉപേക്ഷിക്കണ്ട, ഇവിടെ അങ്ങ് നിന്നും വന്നും പോയി നിൽക്ക്, ഒരു പ്രശ്നവുമില്ല. അവൾ കിടന്ന് മുറുമുറുത്തുകൊണ്ട് അവിടെ നിന്നോളും, ഒരു കുഴപ്പമില്ല. കാര്യം മറ്റൊരു പുരുഷനെ കല്യാണം കഴിക്കാനൊന്നും അവൾക്ക് താല്പര്യം കാണില്ല. ഇതിലവൾ നിന്നോളും. അവളെ നീ ശ്രദ്ധിക്കണ്ട. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇവിടെ ജീവിക്കാൻ മോനെ എന്ന് പറഞ്ഞു. ആദ്യ ദിവസം അങ്ങനെ പറഞ്ഞെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായില്ല. പക്ഷെ പിന്നീട് ഞാൻ എല്ലാ ദിവസവും അവിടെ പോകും, തിരിച്ചു വരും, ഭാര്യയെ അനുഭവിപ്പിക്കാൻ ശ്രമിക്കും. ചിലപ്പോഴൊക്കെ അവൾ എന്നോട് സ്നേഹത്തോടുകൂടി സംസാരിക്കും. അല്ലാത്തപ്പോൾ എന്നെയും അമ്മായിയമ്മയും ചേർത്ത് കുറ്റവും പറയും. അങ്ങനെയായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഞാനിന്ന് പോകുന്നില്ല, ഞാനിവിടെ താമസിക്കാൻ പോയാണെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, താമസിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന്. വൈകുന്നേരമായപ്പോൾ അത്താഴം കഴിഞ്ഞ ശേഷം എന്നെ ഉമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോയി. നീ ഇനി എൻ്റെ മുറി കഴിഞ്ഞു എന്ന്. ഉടനെ തന്നെ അവൾ വിളിച്ചു പറഞ്ഞു ബാപ്പയോട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ മുറിയിൽ കയറി കഥ കടച്ചെന്ന്. ബാപ്പ ഉടനെ തന്നെ ഉമ്മയെ വിളിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞു, അതെ, ഞാൻ ഒളിക്കുന്നില്ലെന്നും നിങ്ങളോട് പറഞ്ഞ് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ലോകത്തേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്ന്. അപ്പോൾ ബാപ്പ പറഞ്ഞു, എങ്കിൽ ഞാനിത് അനുവദിച്ചു തന്നാൽ മേലിൽ എൻ്റെ കാര്യത്തിൽ നീ ഇടങ്കോലിടരുത്, എൻ്റെ മോളുടെ കാര്യത്തിലും ഇടങ്കോലിടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു, അതൊക്കെ ഞാൻ നിർത്തി, എനിക്കൊന്നുമില്ല, എനിക്ക് കിട്ടാനുള്ളത് കിട്ടുമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നിങ്ങൾ കിട്ടുന്നതും തേടി നടന്നോളൂ, എനിക്ക് പ്രശ്നമില്ല. നിങ്ങളുടെ മോളും അങ്ങനെ തന്നെ, നാട്ടുകാരറിയാതെ മുന്നോട്ട് പൊയ്ക്കോട്ടെ. എനിക്കെന്തായാലും എൻ്റെ തങ്കക്കുട്ടനെ വെറുതെ വിടാൻ പറ്റില്ല. അവൻ എനിക്ക് ചേർന്നവനാണ്. ഇനി എന്ത് കുറവുണ്ടെങ്കിലും ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ സഹിച്ചോളാം, വെച്ചിട്ട് പോടാ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അമ്മായിമ്മേനോട് പറഞ്ഞു, എന്തായാലും നനഞ്ഞിറങ്ങിയ മോനെ കുളിച്ച് കയറണം. ഇതിപ്പോൾ എൻ്റെ ആവശ്യമാണ്. ചിലപ്പോൾ നിനക്ക് ഇഷ്ടമല്ലായിരിക്കാം, നിനക്ക് താല്പര്യമില്ലായിരിക്കാം. പക്ഷെ ഞാൻ പറയുകയാണ്, എൻ്റെ ഇഷ്ടമാണ്, എനിക്കും ആവശ്യങ്ങളുണ്ട്. നീ എൻ്റെ ഏറ്റവും അടുത്ത ആളാണ്, നീ തന്നെയാണ് എനിക്ക് വേണ്ടി ഇന്ന് അത് തുടങ്ങി വെക്കേണ്ടത് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, സംഘർഷം നിറഞ്ഞ മുഹൂർത്തമാണ്. പക്ഷേ അമ്മായിയമ്മ ഒരു മലയാളികയായി ഒരുങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്യാനാണ്? പുള്ളിക്കാരിക്ക് യാതൊരു സങ്കോചവുമില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്തായാലും ഞാനൊന്ന് നോക്കും, ഒന്ന് അനലൈസ് ചെയ്യും, എന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി മധുരവചനങ്ങൾ പറയാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനൊന്ന് നാണം പൂണ്ടെങ്കിലും അമ്മായിമ്മ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയുടെ അസസ്മെൻറ്റിന് ഞാൻ വിധേയായി. അമ്മായിമ്മ പറഞ്ഞു, എടാ, നിൻ്റെ ഭാര്യയ്ക്ക് വട്ടാണ്, അവൾ എന്തറിഞ്ഞിട്ടാ പറയുന്നറിയില്ല, നീ ഒരു തങ്കക്കുടമാണ്, എൻ്റെ ഭർത്താവിനേക്കാളൊക്കെ ഫാർ ഫാർ ബെറ്ററാണ് മോനെ. അതുകൊണ്ട് ഞാനിനി നിന്നെ വിടുമെന്ന് തോന്നുന്നില്ല, ഇന്ന് നിനക്ക് പുഷ്പമഹോത്സവമായിരിക്കും എന്ന് പറഞ്ഞ് പുള്ളിക്കാരി തന്നെയാണ് പൂ തൂകി കളത്തിലിറങ്ങി പൂരപ്പറമ്പിൽ പൂത്തുമ്പി തുള്ളിയത്. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മനസ്സിലെ സംഘർഷങ്ങൾ ഒഴിഞ്ഞുപോയി. എന്നെ ഇഷ്ടമുള്ള ഒരാൾ എന്നെ സ്വീകരിക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള കോർഡിനേഷൻ അതിഭയങ്കരമായിരുന്നു. എല്ലാം കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും വാങ്ങിയും നല്ലൊരു ബന്ധത്തിന് തുടക്കമായിരുന്നു. പക്ഷേ അമ്മായിയമ്മ എന്നെ അഭിനന്ദിച്ചു. ഒത്തിരി മോനെ, ഈ ടൈം തന്നെ സൂപ്പറാണ്, ഇതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. എൻ്റെ മോൾക്ക് വട്ടാണ്, അവൾ എന്തെങ്കിലും തിരിച്ചറിയുമ്പോൾ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെയും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് എല്ലാം അറിയാം. അവൾ എന്നെ ശ്രദ്ധിക്കാറില്ല. ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ ഞാനും അമ്മായിമ്മയും തമ്മിലുള്ള ബന്ധം നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടി തീരുമാനമെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ വഴിക്കും, അമ്മയും മകളും അവരുടെ വഴിക്കും, അച്ഛനും മകളും അവരുടെ വഴിക്കും, അങ്ങനെ ഓരോരുത്തരുടെ വഴിക്ക് പൊയ്ക്കോട്ടെ എന്നാണ്. ഇനി അവളുടെ ബാപ്പ വരുമ്പോൾ എന്ത് തീരുമാനം എടുക്കാമെന്നറിയില്ല. എങ്കിലും പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് പുള്ളിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കുഴപ്പമൊന്നുമില്ല, മകളുടെ ഭർത്താവായിട്ട് ഞാനവിടെ ഇരുന്നോട്ടെ നാട്ടുകാരോട് പറയാൻ. പക്ഷേ അച്ഛനും മകളും കൂടെ വേറെന്തൊക്കെയോ പ്ലാനിങ്ങുകൾ നടത്തുന്നുണ്ട്. എന്താകുമെന്നറിയില്ല. എന്തു വന്നാലും നമുക്ക് കാണാം. തൽക്കാലം നാട്ടുകാരുടെ വീട്ടുകാരുടെ മുന്നിൽ ഒന്നും അറിയാതെ മുന്നോട്ട് പോകുന്ന ഒരു അതിനിഗൂഢമായ ബന്ധമാണ് ഞങ്ങളുടേതെല്ലാം. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. മാഡം, ഇത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്? എന്ത് അഭിപ്രായമാണ് മാഡത്തിനുള്ളത് എന്നാണ് ചോദ്യം. എൻ്റെയും അഭിപ്രായം ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്. കാര്യം അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ആഴമുള്ളതാണ്, എത്രത്തോളം
കുറ്റങ്ങൾ നിറഞ്ഞതാണ് അല്ലെങ്കിൽ എത്രത്തോളം ഇരുണ്ടതാണെന്ന് നമുക്കറിയില്ല. അവർ തമ്മിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, മകളുടെ ഭാവിയെക്കുറിച്ച് എന്താണ്, അവർ തമ്മിലുള്ള കരാർ എന്താണ്, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ മകളും അച്ഛനും അച്ഛൻ്റെ കുത്സിത പ്രവർത്തനങ്ങളും എല്ലാം കൂടെ ചേർന്ന് അവിടെ ഒരു ദുരൂഹതയുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി സെറ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വെല്ലുവിളിച്ച് അവരവരുടെ ഇഷ്ടങ്ങളിൽ ജീവിച്ചു പോകുന്നൊരു ജീവിതം. അത് നല്ലൊരു ജീവിതമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയില്ല. ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഭാര്യയും ഭർത്താവും എത്ര കാലം ഒന്നിച്ച് ജീവിക്കും? നിങ്ങൾക്ക് കുട്ടികൾ വേണ്ടേ? എങ്ങനെ മുന്നോട്ട് പോകും? ഒന്നും അറിയില്ല. ഒരു തീരുമാനമില്ലാത്തൊരു ബന്ധമായതുകൊണ്ടും ലക്ഷ്യബോധമില്ലാത്തൊരു ബന്ധമായതുകൊണ്ടും എനിക്കിതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഒരു ഫാമിലി കൗൺസിലറെ കണ്ട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, എങ്ങനെ ജീവിക്കണം, ഇഷ്ടമല്ലെങ്കിൽ പിരിയുക എന്നുള്ളതല്ലാതെ കുടുംബത്തിൽ ഇത്രയും കുത്തുവിളക്കുകൾ കത്തിച്ചു വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടമാടുന്ന ഈ ഒരു പരിപാടി നിർത്തുന്നല്ലേ നല്ലത്. ഇത് ഒരുമാതിരി കുഴഞ്ഞു മറിഞ്ഞൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. ആ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അതിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകും. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാമെങ്കിൽ ഓക്കെ ആയിക്കോളൂ. പക്ഷെ കേൾക്കുന്ന എനിക്കൊരിക്കലും ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയില്ല. ശരിക്കും ഭാര്യയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഒരു ഫാമിലി കൗൺസിലിംഗ് നിങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ ഒരു കുത്തഴിഞ്ഞ ബന്ധമായിട്ട് ഇത് മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. വേണമെങ്കിൽ അത് റെഡിയാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് ഉപദേശിക്കാൻ പറ്റുകയുള്ളൂ.